എണ്ണ തേക്കാൻ താല്പര്യമില്ലാത്തവർക്കും അതുപോലെ എണ്ണ തേച്ചാൽ എന്തെങ്കിലും നീരിറക്കോ അങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കും മുടി വളരാനും മുടിൻ്റെ ആരോഗ്യം നിലനിർത്താനും ഒക്കെ പറ്റിയ നല്ലൊരു ജെല്ലാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ചാലഞ്ച് വീഡിയോൻ്റെ 7ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ സൗന്ദര്യം നമ്മളുടെ ഓവറോൾ ബ്യൂട്ടിയിൽ മുടീൻ്റെ പങ്ക് വളരെ വലുതാണ്. എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തി മുടിയിൽ കളറിങ്ങോ പെർമിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തി മുടി കൊഴിഞ്ഞവർക്ക്, അല്ലെങ്കിൽ പ്രായം കൂടുതൽ കൊണ്ട് മുടി കൊഴിഞ്ഞവർക്ക്, അതല്ലെങ്കിൽ വെറുതെ എന്തോ കാരണം കൊണ്ട് സ്ട്രെസ്സോ എന്തോ കാരണം കൊണ്ട് മുടി കൊഴിഞ്ഞിട്ട് തിരിച്ച് വളരുന്നില്ല, അങ്ങനെ മുരടിച്ച് നിൽക്കുകയാണ്, അങ്ങനെയുള്ളവർക്കും ഒക്കെ ഈ ഒരു ജെല്ല് വളരെ ഉപകാരമാണ്. നന്നായി മുടി വളരും. എത്ര ചൊട്ട മുടിയിലും മുടിയില്ലാത്ത ഉള്ളൊന്നും ഇല്ലാത്ത മുടിയിലാണെങ്കിലും നന്നായി മുടി വളരാൻ ഈ ഒരു ജെല്ല് മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഇത് ഉപയോഗിക്കേണ്ടത് ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും ഉപയോഗിക്കുക പറ്റുമെങ്കിൽ. അതല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ഉപയോഗിക്കുക. നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും. എന്ത് ചെയ്തിട്ടും മുടി വളരാത്തൊരു കണ്ടീഷനിലാണെങ്കിലും നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. മുടി വളർന്നിരിക്കും, ഉറപ്പായിട്ടും മുടി വളർന്നിരിക്കും. നമ്മുടെ ഈ ചാലഞ്ചിൻ്റെ ഭാഗമായിട്ട് ഇതും ഒഴിവാക്കാൻ പറ്റാത്ത 10 കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ ഒരു ജെല്ല്. ഒരു മുടി നമ്മുടെ ഹെയർ കെയറിന് കൊടുക്കുന്ന ഈ ഒരു ജെല്ല്. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കുക, എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ കാണുക. ഈ ഹെയർ ജെല്ലിന് നമുക്ക് ഫ്ലാക്സ് സീഡ് വേണം, ഉലുവ വേണം, കറിവേപ്പില വേണം. ഈ ഫ്ലാക്സ് സീഡ് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വിത്താണ്. ഇപ്പം നിങ്ങളുടെ പ്രായം ഏത് പ്രായത്തിലുള്ളവരാവട്ടെ, നിങ്ങളുടെ മുടി വളർച്ച ഒട്ടും മുടി വളരുന്നില്ല, അല്ലെങ്കിൽ അസുഖം കൊണ്ട് മുടി വളരുന്നില്ല, അതല്ലെങ്കിൽ ട്രീറ്റ് ചെയ്തത് ഇപ്പോൾ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് മുടി കൊഴിഞ്ഞിട്ട് തിരിച്ച് മുടി വളരാത്തത്, അങ്ങനെ എന്ത് പ്രശ്നത്തിനും ഫ്ലാക്സ് സീഡ് ജെല്ല് മാത്രം തേക്കുകയാണെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങളുടെ മുടിക്ക് ഒരു ആരോഗ്യത്തോടെ വളരാൻ സഹായിക്കുന്ന ഒരു സീഡാണ് ഫ്ലാക്സ് സീഡ്. പിന്നെ ഉലുവ, മുടി വളർച്ചയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തത്, അതായത് മുടീൻ്റെ ആരോഗ്യത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വേറൊരു ഔഷധമാണ് ഉലുവ. അതുപോലെ തന്നെ കറിവേപ്പ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളൊരു ജെല്ല് ഉണ്ടാക്കാൻ പോണത്. ഇതെല്ലാം ചേർത്ത് തിളപ്പിച്ചിട്ടാണ് ആ ജെല്ല് ഉണ്ടാക്കുക. അപ്പോൾ ഒരു മീഡിയം ലെങ്ത്തുള്ള ഒരു മുടിക്ക് 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡും അതുപോലെ 1 ടേബിൾ സ്പൂൺ ഉലുവയും പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ടാൽ മതി. എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ല, ഞാൻ കറിവേപ്പില പൊടിയാണ് ഇട്ടത്. അതിപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. എൻ്റെ കറിവേപ്പ് കണ്ടില്ലേ, അതിനൊക്കെ മുട്ടടിച്ച് പുതിയ ഇലകൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ കറിവേപ്പില പൊടി ഞാൻ എപ്പോഴും പൊടിച്ച് വെക്കും. അതിൽ നിന്ന് ഞാൻ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന് നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായി തിളപ്പിച്ച് അതൊരു ജെൽ പരുവാവും. അങ്ങനെ പതഞ്ഞൊരു ജെല്ല് പോലെയാവും. അപ്പോൾ ഓഫ് ചെയ്തിട്ട് ചൂടോടെ അരിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ അരിച്ച് മാറ്റി വെക്കുക. പിന്നെ വേറൊന്നും വേണ്ടത് നമുക്ക് ഉള്ളിനീരാണ്. അതിന് ഇത് ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി വെച്ചിട്ട് അപ്പോൾ ഒരു 1/2 വലിയ ഉള്ളി മുറിച്ച് അത് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 5-8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടാവും. അതിനെ അരച്ച് അതിൻ്റെ ജ്യൂസ് എടുത്ത് ഇനി ഈ ഒണിയൻ ജ്യൂസിലേക്ക് നമ്മൾ കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച ജെല്ല് ചേർക്കുക. അതായത് ഫ്ലാക്സ് സീഡും ഉലുവയും കറിവേപ്പിലയും ഇട്ടിട്ട് തിളപ്പിച്ചൊരു ജെൽ രൂപത്തിലാക്കിയില്ലേ, അതിന്ന് കുറച്ച് എടുക്കുക. 1 ടേബിൾ സ്പൂൺ മാത്രം എടുക്കുക. കാരണം ഉള്ളിനീര് നമുക്ക് സ്കാൽപ്പിൽ മാത്രം തേച്ചാൽ മതി, മുടീൻ്റെ അറ്റം വരെ തേക്കേണ്ട ആവശ്യമില്ല. അപ്പം അതിന് മാത്രം കുറച്ച് ആദ്യം നമ്മൾ എടുത്തിട്ട് അത് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ആദ്യം മുടി നന്നായി ജടയും അതൊക്കെ ഉണ്ടെങ്കിൽ ജട കളഞ്ഞ് എന്നിട്ട് വേണം ഇത് തേക്കാൻ. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ സെക്ഷനായിട്ട് തേക്കണം. അപ്പോൾ മുടീനെ അങ്ങനെ വകഞ്ഞിട്ട് ഒരു ഭാഗത്തു നിന്ന് തേച്ച് വരിക. അതായത് ഫ്രണ്ടിൽ നിന്ന് നെറ്റീൻ്റെ അവിടെ നിന്ന് തേക്കാൻ പാടില്ല. അപ്പോൾ അത് നെറ്റിലേക്ക് ഇങ്ങനെ ഇറങ്ങി നമുക്കൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അതൊരു നമ്മൾ പകുതിയിൽ നിന്ന് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് തേച്ച് വരിക. ഇങ്ങനെ 2 ആയിട്ട് കണ്ടില്ല, ഇങ്ങനെ മുടിയെടുത്ത്
എന്നിട്ട് ഇതുണ്ട് അവിടെ നിന്ന് നടുവിൽ നിന്ന് തേച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്കോ അല്ലെങ്കിൽ ബാക്കിലേക്കോ വരിക. നമ്മൾ നെറ്റീൻ്റെ അവിടെ നിന്ന് തേച്ച് പോയാൽ പകുതി നമ്മുടെ മുഖത്തേക്ക് വിറ്റ് വീഴും. ഇതുപോലെ ഫ്രണ്ടും ബാക്കും സൈഡും ഒക്കെ തേച്ച് പിടിപ്പിക്കുക, നന്നായി തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ പഞ്ഞി ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കൈയും കൊണ്ട് വേണമെങ്കിൽ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇതിങ്ങനെ വലിയ മസാജൊന്നും കൊടുക്കണ്ട, ആ ജെല്ല് അവിടെ തലയോട്ടിയിൽ പിടിക്കേണ്ട അത്രയും മാത്രം തേച്ചാൽ മതി. അങ്ങനെ എല്ലാ ഭാഗത്തും തേച്ചിട്ട് വാ, എന്നിട്ട് ബാക്കി പറഞ്ഞുതരാം. എന്നിട്ട് ഇപ്പം എന്താ ഈ സ്കാൽപ്പിൽ മുഴുവനും തേച്ച് കഴിഞ്ഞ് മുടീൻ്റെ അറ്റം വരെ തേച്ചിട്ടില്ല. ആ ഒണിയൻ ജ്യൂസും ആ ജെല്ലും വെച്ചിട്ടാണ് തേച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമുക്കൊരു ചീർപ്പ് വെച്ച് ഒന്ന് നന്നായി ചീകി കൊടുത്തിട്ട് ഒരു റബ്ബർ വെച്ച് കെട്ടുക. ഇതൊരു എളുപ്പപ്പണിക്കാണ്. നമുക്കിങ്ങനെ ഇങ്ങനത്തെ ജെല്ലും ഹെയർ പാക്കും ഒക്കെ ഇടാൻ എന്താ പറയുക, മടിയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഇത് തേച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഐഡിയയാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കെട്ടി ഒരു റബ്ബർ വെച്ചിട്ട് ടൈറ്റാക്കി കെട്ടി വെക്കുക. എന്നിട്ട് ബാക്കി കുറച്ച് മുടിയിൽ ഫ്രണ്ടിലിട്ടിട്ട് ഫ്രണ്ടിലേക്ക് മുടി വെച്ച് ബാക്കിയുള്ളതും കൂടി തേച്ച് പിടിപ്പിക്കുക. മനസ്സിലായില്ലേ എന്താ പറയണമെന്നുള്ളത്? ഇങ്ങനെ കുറച്ച് മുടി എടുക്കുക, എന്നിട്ട് ബാക്കി ജെല്ലയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു ചീർപ്പ് കൊണ്ടൊന്ന് ചെയ്യി കഴിഞ്ഞാൽ അതെല്ലാ ഭാഗത്തും എത്തും. അങ്ങനെ കുറേശ്ശെ മുടിയെടുത്തിട്ട് ജെല്ല് തേച്ച് എന്താ പറയുക, മുടി കെട്ടി വയ്ക്കുക. അല്ല, ഇങ്ങനെ ഒരു ചീർപ്പ് വെച്ച് ചീകിയെടുക്കുക. എന്നിട്ട് മുടീനെ അങ്ങനെ ഒരു കൊണ്ടയായി കെട്ടിയിട്ട് ഒരു ഷവർ ക്യാപ്പ് വെച്ച് അതൊന്ന് കവർ ചെയ്യുക. ഇപ്പോൾ ഷവർ ക്യാപ്പൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് പച്ചക്കറി വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറില്ലേ, അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്താലും മതി. ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചൂടിറങ്ങിയിട്ട് അത് സ്കാൽപ്പിലൊക്കെ നന്നായി പിടിച്ച് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി നല്ല മുടി വളർച്ചയ്ക്കും നല്ല ആരോഗ്യത്തോടെയും തിളക്കത്തോടെയും നല്ല മുടി വളരാൻ സഹായിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യാൻ പറ്റിയ 2 പ്രാവശ്യം ചെയ്യുക. അതല്ലെങ്കിൽ ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടീൻ്റെ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും മാറി എത്ര വളരാത്ത മുടിയാണെങ്കിലും വളരുകയും ചെയ്യും. എന്താ പറയുക, നല്ല ആരോഗ്യത്തോടുള്ള മുടി വളരും, നല്ല ഉള്ളോടെ മുടി വളരും. ഇതുപോലെ ഒരു ഷവർ ക്യാപ്പ് വെച്ച് കവർ ചെയ്യാം. ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ നിങ്ങൾക്ക് മാറ്റം തിരിച്ചറിയാൻ പറ്റും. നല്ലൊരു തിളക്കമൊക്കെ വരും. 1 മാസം നിങ്ങൾ തുടർച്ചയായി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ തന്നെ അറിയാം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ? എന്തായാലും ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്തായാലും മുടി വളർന്നിരിക്കും, 100% ഉറപ്പാണ്. പിന്നെ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി ഒരിക്കൽ കൂടി. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനിരിക്കുന്നവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. എല്ലാവർക്കും, വീഡിയോ കാണുന്ന എല്ലാവർക്കും, കാണുന്നവർക്കും കാണാത്തവർക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ നന്മകളും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും കാണാം. ബൈ.